ഞാൻ നന്ദു ചേട്ടാന്ന് ഇടയ്ക്ക് വിളിക്കും കേട്ടോ. എല്ലാരും ഇങ്ങനെ റെസ്പെക്ട് കൊടുക്കൂന്ന് പറയും. അപ്പൊ മൂത്ത പറയും ഇനിയിപ്പൊ എടാ പോടാന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ 5-6 കൊല്ലായിട്ട് ഞാൻ എടാന്നാണ് വിളിക്കണത്, എങ്ങനെയാ ഞാൻ മാറ്റാൻ പറ്റുക? എന്നിട്ട് ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ ഇന്ന് മുതല് നന്ദു ചേട്ടാ ഞാൻ എങ്ങനെ വിളിക്കും. ഇപ്പൊ കാര്യസാധത്തിന് വേണ്ടി മാത്രം വിളിക്കും നന്ദു ചേട്ടാ ഒന്ന് ചെയ്തു തരൂ. അത് കേൾക്കുമ്പോഴേ എനിക്ക് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? നന്ദൂരി ബിരിയാണി. ചിക്കൻ മോമോ സംശയമില്ലാത്തായിരിക്കും. എനിക്കൊന്ന് കാണുന്നവരായിരിക്കും ഇതൊക്കെ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഓരോ റെസ്റ്റോറന്റിൽ ഓരോ മെനു ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇപ്പൊ കൊറേ ആയി 4-5 മാസമായിട്ടില്ല. ഇതെന്തായാലും അറിയണ്ടാവില്ല. ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇത് പറയാൻ യൂറോപ്യൻ സൈസ് എനിക്ക് എന്റെ അറിഞ്ഞൂടാ. 5 ആണ് പുള്ളിക്കാരി. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? അല്ല എനിക്ക് യൂറോപ്യൻ സൈസ് അറിയാം. 6 ആണെന്ന് തോന്നിട്ടാണ്ടോ. 38 എന്ന് വെച്ചാ ആണോ? താങ്ക്സ്. തിരിച്ചെന്താണ് എല്ലാം അറിയോ? എന്നിട്ട് 42 ആണോ? ആദ്യമായി ഒരുമിച്ച് കണ്ട സിനിമ ഞാൻ കാണുന്നവർ ഉറപ്പായിട്ട് പറയാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒരുമിച്ച് കണ്ട സിനിമ ഇത്രയും നിങ്ങൾ അല്ല അതിനിടയ്ക്ക് ശേഷം പിന്നെ ടൈം കിട്ടിയില്ല, എൻഗേജ്മെന്റ് ഒക്കെ ആയല്ലോ. വാരിസ്. സന്തോഷായി. ആദ്യത്തെ ഗിഫ്റ്റ് ആര് കൊടുത്തു? അപ്പൂപ്പനാടി ആയിരുന്നോ മറ്റേ സാധനമായിരുന്നോ ആദ്യത്തേത്? അപ്പൂപ്പനാടി ശ്രീതിയാണ്, ചിന്നുവാണ്. അത് ഫോട്ടോയിലാണ് ശരിക്കും കൊടുക്കുക, അല്ല കയ്യിൽ കൊടുത്തത് കൊണ്ടുവന്നായിരുന്നു. ദേഷ്യം വന്നാൽ എങ്ങനെയാണ് ശ്രീതി റിയാക്ട് ചെയ്യാറുള്ളത്? ഫോൺ വെച്ചിട്ടങ്ങ് പോകും. പിന്നെ ഫസ്റ്റ് ഒരു വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും. ഇപ്പോഴും ഉണ്ട്. ഈ എൻഗേജ്മെന്റിന്റെ തലേന്നും ഉണ്ടായിരുന്നു. വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ കോൾ ചെയ്ത പിന്നെ എടുക്കത്തില്ല. സമാധാനമുണ്ട്, ഭയങ്കര സമാധാനം. ആലോചിക്കും, ഒരു പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഉണ്ടാക്കണ്ട. എന്നിട്ട് എന്റെ മിസ്ഡ് കോൾ അലേർട്ട് ഇതാണ്, ഓണാണ്. അപ്പൊ ഞാൻ നോക്കും എത്ര പ്രാവശ്യം തിരിച്ചു വിളിച്ചത്. ഇവരെന്തേ പറയാ കട്ട് ചെയ്തിട്ട് ഒരിക്കൽ വിളിച്ചിട്ട് ഇവൻ പിന്നെ വിളിക്കൂല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നീ എന്തുകൊണ്ട് വിളിച്ചില്ല? ലാസ്റ്റ് ടൈം എന്തിനായിരുന്നു? തലേ ദിവസം എൻഗേജ്മെന്റ് തലേ ദിവസം എന്തിനായിരുന്നു ബ്ലോക്ക് ചെയ്തത്? ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്തോ ഞാൻ വിളിക്കാന്നോ അങ്ങനെ എന്തോ തിരിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതെനിക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് വിചാരമുള്ളൂ. ഇപ്പൊ ലൈക്ക് നമ്മളിനി എന്തിലാണെങ്കിൽ നമ്മൾ മറ്റേ ഹിമാലയൻ മൗണ്ടന്റെ മുകളിൽ നിന്ന് വീഴാൻ നിൽക്കുകയാണെങ്കിലും പുള്ളിക്കാരി വിളിച്ചാ എനിക്കൊന്ന് അല്ലല്ല ഫോൺ എടുക്കണം. എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് എടുക്കണമെന്നില്ല, കട്ട് ചെയ്താ മതി. ലൈക്ക് എടുക്കണ്ട, കട്ട് ചെയ്താൽ മതി, ബിസി കാണിച്ചാൽ മതി, ആളവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ബിസിയാണ് പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നിട്ട് അറിയാതെ